ഡോക്ടർ ജി ഗോപകുമാർ, ഇവിടെ ഇപ്പോൾ മോദി 3.0യെ കുറിച്ചാണ് നരേന്ദ്രമോദി പാർലമെന്റിൽ സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ നടക്കാൻ പോവുകയാണെങ്കിലും ഇലക്ഷന്റെ ഫലശ്രുതിയെക്കുറിച്ച് യാതൊരു ആശങ്കയുമില്ല, ഞങ്ങളുടെ 3ാം ടേമിൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് അനായാസം പറയാൻ വണ്ണമുള്ള കോൺഫിഡൻസ് BJPയെ സംബന്ധിച്ചുണ്ട്. പക്ഷേ നമുക്ക് ഇന്ത്യൻ തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്താൽ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഡൺ ഡീലാണ്, ഇത് BJPക്ക് ഒരു കേക്ക് വാക്കാണ് എന്ന് ഒരു സെഫോളജിസ്റ്റ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ആ പഠനം നടത്തിയിട്ടുള്ള ആളെന്നുള്ള നിലയിൽ താങ്കൾക്ക് പറയാൻ കഴിയുമോ? അമിത വിശ്വാസം പാടില്ല എന്ന് തന്നെ ഞാൻ പറയും. പക്ഷേ ഇന്നത്തെ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ ആ അമിത വിശ്വാസം വളരെയധികം കാണാനുണ്ടായിരുന്നു. സാഹചര്യം നമുക്കറിയാം, രാഷ്ട്രീയത്തിനൊരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിനനുസരിച്ച് ജനങ്ങൾ റിയാക്ട് ചെയ്യുന്നുള്ളതിന് തർക്കമൊന്നുമില്ല. ഇപ്പോഴത്തെ സന്ദർഭം BJPക്ക് വളരെ അനുകൂലമാണെന്നുള്ളതിന് തർക്കമൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രതിപക്ഷത്തിൻ്റെ ദുർബലതയാണ്. ഇന്ത്യ സഖ്യം മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, അത് പോകുന്ന വഴിയിൽ തന്നെ പലയിടത്തും തകർന്ന കാഴ്ച. അപ്പോൾ ഒരു ആത്മവിശ്വാസക്കുറവ് പ്രതിപക്ഷത്തിൻ്റെ സഖ്യത്തിലുണ്ടായത് മറുവശത്ത് കൂടുതൽ മൊറൽ ബൂസ്റ്റ് ചെയ്യാൻ BJPക്കും സഖ്യകക്ഷികൾക്കും കഴിഞ്ഞു. മാത്രമല്ല, ഭരണത്തിലിരിക്കുമ്പോഴുണ്ടാകുന്ന പല ആനുകൂല്യങ്ങൾ, ഉദാഹരണമായി ഫോക്കസ് ചെയ്യാവുന്ന കാര്യങ്ങൾ, അത് സാമ്പത്തിക കാര്യങ്ങളാണെങ്കിലും അതല്ല ക്ഷേമ പദ്ധതികളുടെ കാര്യമാണെങ്കിലും, പിന്നെ തീർച്ചയായിട്ടും ജനുവരിയിലുണ്ടായ അയോധ്യ ക്ഷേത്ര നിർമ്മാണം, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രാജ്യമൊട്ടുക്ക് BJPക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ അവർ മുന്നോട്ട് പോയി. എല്ലാ സംസ്ഥാനങ്ങളും ആണെന്ന് പറയുന്നില്ല, തെക്കൻ സംസ്ഥാനങ്ങളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പലയിടത്തും കോൺഗ്രസ്സിന് ശക്തിയുള്ള മേഖലകളുണ്ട്. അത്തരം മേഖലകൾ ഉള്ള പോക്കറ്റുകളുണ്ടെങ്കിലും വാസ്തവത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ പരാജയമാണ്, ഇല്ലെങ്കിൽ പരാജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുമിച്ച് നിൽക്കാത്തതാണ് BJPക്ക് ഇത്രയും അമിത വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത്. അത് തീർച്ചയായിട്ടും അത് BJPയുടെ ഭാഗത്ത് നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പിനെയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആക്കാൻ പറ്റില്ല. നമുക്കറിയാവുന്ന ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. തെരഞ്ഞെടുപ്പിന് ഒരു മാസം മുമ്പോ ഒരു 2 ആഴ്ച മുമ്പോ നടക്കുന്നൊരു സംഭവം പോലും ജനങ്ങളുടെ മനഃശാസ്ത്രം മാറ്റിയെടുക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പ് മനഃശാസ്ത്രത്തിൽ അത് ഒരുപാട് വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന അതുവരെ ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് ശരിയല്ല. ആത്മവിശ്വാസം വേണം, പക്ഷേ അത് അമിത ആത്മവിശ്വാസത്തിലേക്ക് പോകരുത്. ഇതിനിടയ്ക്ക് വരാൻ പോകുന്ന ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്, പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ചയിൽ എടുക്കാം. തീർച്ചയായും.